പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാംനാഥ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു പ്രത്യേക വീഡിയോ നമ്മുടെ ചാനലിൽ ഇതുവരെയും ഇട്ടിട്ടില്ലാത്തൊരു കണ്ടന്റാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് അറിയത്തില്ല, കാരണം ഇതിന് മുന്നേ നമ്മൾ ഈ ഒരു കണ്ടന്റ് നമ്മൾ ചെയ്തിട്ടും ഇല്ല. കാരണം 2-3 പേര് ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ അത് എനിക്കും ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് തിരുവനന്തപുരം വഴയിലുള്ള മഹേന്ദ്രയുടെ ഷോറൂമിലാണ് നിൽക്കുന്നത്. അന്ന് കാണിച്ചു കൊടുത്തതാണ്. ഓക്കെ, നമ്മളിന്ന് മഹേന്ദ്രയുടെ ഷോറൂമിലാണ് നിൽക്കുന്നത്. തിരുവനന്തപുരം വഴയിലെ മഹേന്ദ്രയുടെ ഷോറൂമിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുത്തെ വിശേഷമാണ് നമ്മളിന്ന് പങ്കിടാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് ഇവിടെ വന്നിട്ട് നമ്മളൊരു വണ്ടി നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാൻ പോകുന്നത്. അത് മറ്റേ ഒരു വണ്ടിയുമല്ല, നമ്മുടെ കാർ തന്നെയാണ്. പക്ഷേ നമ്മളെ വണ്ടികളിൽ ഇവിടുത്തെ വണ്ടികളിൽ ഏറ്റവും എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ കൂടിയൊരു വണ്ടി. ഓക്കെ, പവർ കൂടിയും അതുപോലെ തന്നെ വണ്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാറിനെക്കുറിച്ച് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. കാറൊരു പ്രത്യേക പവർ വണ്ടി. ഓക്കെ, അപ്പോൾ ആ വണ്ടിയാണ് നമ്മളിന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാൻ പോകുന്നത്. കാറിൻ്റെ ഓട്ടോമാറ്റിക് സീരീസാണ് നമ്മളിന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മഹേന്ദ്രയുടെ കാറിൻ്റെ 4x4 ആണ് നമ്മളിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ടെസ്റ്റ് ഡ്രൈവാണ്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. നമുക്കിപ്പം അതിൽ 4x4 ചൂസ് ചെയ്യാനുള്ള ഗിയറും പിന്നെ നമ്മൾ സാധാ ഓട്ടോമാറ്റിക് ഗിയർ മാറുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. ഓരോ വണ്ടിയിൽ ഓരോ ടൈപ്പ് ആയിരിക്കും. ഇതിലെ ഗിയർ വന്നിട്ട് നമ്മൾ പ്രസ് ചെയ്തിട്ട് ഗിയറിൽ തന്നെ ഒരു സ്വിച്ച് ഉണ്ട്. ആ ഒരു സ്വിച്ച് പ്രസ് ചെയ്തിട്ട് നമ്മൾ ഡ്രൈവ്, അതുപോലെ തന്നെ ന്യൂട്രൽ, പിന്നെ അതുപോലെ തന്നെ റിവേഴ്സ്, അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാർ ഓട്ടിച്ചുള്ള വ്യൂയിലേക്ക് കടക്കാം. I'm like an addict, do I gotta have it. I ain't even playing, got a really bad habit. If it moves, gotta grab it, fuse like a magnet. Lose, won't have it till I'm doomed in a casket. I ain't playing, got a weird mind. If you work 8 hours, I'ma work 9. If the shit tastes sour, you should taste mine. I'ma stay in power for a long time. Get up, nah, I ain't a quitter. Toss me the ball, I'm a really big hitter. Big picture. യെസ്, അങ്ങനെ നമ്മുടെ ഥാർ, നമ്മുടെ ഡീസൽ വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ഥാർ 4x4 കൊണ്ട് നമ്മൾ എന്താണ്ട് ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇത് നമ്മുടെ പേരൂർക്കട വഴയിലുള്ള നമ്മളെ മഹേന്ദ്രയുടെ ഷോറൂമിൽ നിന്നാണ് നമ്മൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് തന്നത്. വണ്ടിയെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് വണ്ടിയെപ്പറ്റി തന്നെ പറഞ്ഞു തുടങ്ങാം. വണ്ടിയെപ്പറ്റി പറയുകയാണെങ്കിൽ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ പാക്ക്ഡ് സാധനമാണ്. ഇനി ഇതിൽ ഒന്നും നമുക്ക് പറയാനായിട്ട് തോന്നില്ല. നമുക്ക് ഓട്ടോമാറ്റിക് ആണ് ഓട്ടിക്കുന്നെങ്കിലും നല്ലൊരു ഒരു ഫീല് കിട്ടുന്നുണ്ട്. ആ ഒരു ആക്സലറേഷൻ കൊടുക്കുന്നതിൻ്റെ ഒരു പവർ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ വണ്ടിയുടെ ഫ്യൂവൽ ടൈപ്പ് എന്ന് പറയുന്നത് ഡീസലാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ മഹേന്ദ്രയുടെ തന്നെ കുറേ എൻജിൻ വേരിയൻറ്റ് വരുന്നുണ്ടല്ലോ. ആ ഒരു എൻജിൻ വേരിയൻറ്റ് M-HOK 130 എൻജിനാണ് ഇതിൽ വരുന്നത്. പിന്നെ നമ്മുടെ എൻജിൻ ഡിസ്പ്ലേസ്മെൻറ്റ് വന്നിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ CC 2184 CCയുടെ വണ്ടിയാണ്. മാക്സിമം പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 130 bhp അറ്റ് 3750 RPM-ലാണ്. അത് വണ്ടിയുടെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവർക്ക് ഞാനിപ്പോൾ പറഞ്ഞതിനെക്കുറിച്ച് എന്താണ് എന്നുള്ളൊരു ധാരണ കിട്ടിക്കാണും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 1600 RPM-നും അതുപോലെ തന്നെ 2800 RPM-നും ഇടയിലാണ് ഇതിൻ്റെ പവർ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ടോർക്ക് വരുന്നത്. കുറച്ചും കൂടെ ശരിയായിട്ട് പറയുകയാണെങ്കിൽ 300 നാനോമീറ്റർ. അപ്പോൾ ആ വണ്ടിയുടെ പവർ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ എക്കണോമിക് ഇപ്പോഴത്തെ ഒരു എമിഷൻ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ BS6 എഞ്ചിനാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് 4 സിലിണ്ടറാണ് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മളിതിൻ്റെ ട്രാൻസ്മിഷൻ വന്നിട്ട് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്, 6 സ്പീഡിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. പിന്നെ വരുന്നത് നമ്മളെ 4x4. അതാണ് മെയിൻ. 4x4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ അറിയാം. മഹേന്ദ്രയുടെ ഥാറിൽ 4x4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നും പറയാം. അതിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് ഗിയറും ഇതിലുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു, നമ്മളെ വണ്ടി ഫസ്റ്റ് തുടങ്ങിയൊരു ടൈമിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ പറഞ്ഞായിരുന്നു 4x4-ന് സെപ്പറേറ്റ് ഒരു ഗിയറുണ്ട്. മനസ്സിലായില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇതിൽ ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് എഞ്ചിനാണ്. ഓക്കെ, നമുക്കിപ്പോൾ വീണ്ടും തിരിച്ച് വണ്ടിയിലേക്ക് തന്നെ വരാം. പിന്നെ ഇതിൽ നമ്മളെ ഫ്യൂവൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 57 ലിറ്ററിൻ്റെ ഒരു ഡീസൽ ടാങ്കാണ് നമുക്കിതിലുള്ളത്. നേരത്തെ പറഞ്ഞത് എഞ്ചിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞായിരുന്നു. 2184 CCയുടെ എഞ്ചിനാണ്. ഇപ്പം ഓവറോൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഏകദേശം വണ്ടിയെക്കുറിച്ചൊരു ധാരണ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അഥവാ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. പിന്നെ ഇനി അടുത്ത് നമ്മളെ വണ്ടിയുടെ സീറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 2 സീറ്റ്, ഡ്രൈവർ സീറ്റും പാസഞ്ചർ സീറ്റും, പിന്നെ അതുപോലെ പിറകിലും 2 സീറ്റും. സീറ്റിംഗ് കപ്പാസിറ്റി അപ്പോൾ 4 ആണ്. വേറൊരു കാര്യം, ഈ വണ്ടിയിൽ ടോട്ടൽ 2 ഡോറാണുള്ളത്. അപ്പോൾ പിറകിലുള്ള ആൾക്കാർ എങ്ങനെ കയറുമെന്നാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. പിറകിലുള്ളവർ കയറണമെങ്കിൽ നമ്മൾ പാസഞ്ചർ സീറ്റിനെ ഒന്ന് സ്ക്രോൾ ചെയ്ത് ഫ്രണ്ടിലോട്ട് നീക്കിയിട്ട് അതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പിറക് സീറ്റിൽ കയറുന്നത്.
അതിപ്പോൾ ഒരു പ്രായമായവരുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് കയറാൻ ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു സീറ്റിൻ്റെ ഇടയിൽ കൂടെ. ബാക്കി ഓവറോൾ നമ്മൾ ഈ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നോ വേർഡ്സ്. വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവർ പാക്ഡ് ഒരു ഐറ്റമാണ്. മഹേന്ദ്രയുടെ ഥാറല്ലേ, ഥാർ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ തിരുവനന്തപുരം വഴിയിലുള്ള മഹേന്ദ്രയുടെ ഷോറൂമിലാണ് നമ്മൾ നിൽക്കുന്നത്. എസ് മഹേന്ദ്ര സെയിൽസ് ആൻഡ് സർവീസിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്തായാലും ഇവിടുത്തെ ഒരു കസ്റ്റമർ കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അവരൊരു ഡ്യൂട്ടി അവർ ചെയ്യുന്നുണ്ട്. നല്ലൊരു കസ്റ്റമർ കെയർ ആണ്. പിന്നെ വേറെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എന്തായാലും അറിഞ്ഞുകൂടാ. നമുക്കിനി വണ്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് യെസ്. അപ്പം നമ്മൾ മഹേന്ദ്രയുടെ ഥാർ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഥാർ ഇപ്പോൾ പുതിയ മോഡൽ ഓട്ടോമാറ്റിക് ഗിയറൊക്കെ വെച്ചാണ് ഇറക്കിയിട്ടുള്ളത്. ഒന്ന് കാണിച്ചു കൊടുത്താണ്. അപ്പം ഇവിടെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഇത് 4x4 ഗിയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഗിയറാണ്, സെക്കൻഡറി ഗിയറാണ്. നമ്മുടെ മെയിൻ ഗിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മെയിൻ ഗിയർ. നമ്മൾ സാധാ ഓട്ടോമാറ്റിക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ നോർമൽ ഡ്രൈവ്, ന്യൂട്രൽ, റിവേഴ്സ്, പാർക്കിംഗ്. ഓക്കെ, നമ്മൾ നോർമലി ഡ്രൈവ് ചെയ്യുന്ന മോഡലിൽ നമ്മൾ ഡ്രൈവ് ഇട്ടിട്ട് വേണം ഓട്ടിക്കാൻ. സാധാരണ എങ്ങനെയാണോ നമ്മൾ ഓട്ടോമാറ്റിക് വണ്ടികൾ സാധാരണ എങ്ങനെയാണോ ഓട്ടിക്കുന്നത് അതേപോലെ തന്നെ. പിന്നെ നമ്മുടെ മഹേന്ദ്ര ഥാറിൽ വന്നിട്ട് വേറെ കുറേ സ്പെസിഫിക്കേഷൻസ് മഹേന്ദ്ര തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയ ഥാറിൻ്റെ കാര്യമായാലും നമുക്കറിയാമല്ലോ, പുതിയ ഥാർ വരുമ്പോഴത്തേക്ക് അവർക്ക് പരിമിതികളുണ്ടല്ലോ. അപ്പം അതേപോലെ കുറേ പരിമിതികളുണ്ട്. ഈ ഒരു ഫ്രണ്ട് നമ്മൾ ഇരിക്കുന്ന സീറ്റ്, പിറകിലത്തെ സീറ്റിലൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ കൂടെ കയറാൻ പറ്റുള്ളൂ. പിറകിൽ ഒരു എക്സ്റ്റേണൽ ഡോർ ഇല്ല ധാറിന്. നമ്മൾ സാധാരണ പണ്ടത്തെ ഥാറിലൊക്കെ ആയിരുന്നെങ്കിൽ പിറക് തുറന്നാണ് കയറിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മൾ ഫ്രണ്ട് സീറ്റ് ഒന്ന് ജസ്റ്റ് ഫ്രണ്ടിലോട്ടാക്കിയിട്ട് ആ സീറ്റിനെ ഒന്ന് കർവ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ വേണം നമ്മൾ പിറക് സൈഡിൽ കയറാൻ. ഒന്ന് പിറക് സീറ്റ് കാണിച്ചു കൊടുത്തുണ്ടോ? ഓക്കെ, ഇതാണ് കറന്റ് നമ്മൾ 2022 ഈ ഒരു ഥാറ് എടുക്കുന്നുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഞാനിപ്പോൾ ഓട്ടിച്ചത് നിങ്ങൾ കണ്ടല്ലോ. അപ്പം അതനുസരിച്ചാണെങ്കിൽ ഥാറ് എടുക്കാനേ ഞാൻ പറയുള്ളൂ. കാരണം അത്ര നല്ല പവറാണ്. വണ്ടിയുടെ സ്റ്റിയറിങ് തന്നെയായാലും നല്ല സ്മൂത്തൊക്കെയാണ്. പിന്നെ ഓൾമോസ്റ്റ് ഇത് ഓട്ടോമാറ്റിക് തന്നെയാണ്. നമുക്ക് താഴെ നോക്കി തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ കാരണം എൻ്റെ കസിനാണ് ഇപ്പം വീഡിയോ എടുക്കുന്നത്. ഞാൻ നേരത്തെ ഓടിച്ചത് നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഓൾമോസ്റ്റ് വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ടി അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും വണ്ടി ഒന്ന് ഓട്ടിച്ച് നോക്കുക, ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് വണ്ടി എടുക്കുന്നതായിരിക്കും അത്രയും നല്ലത്. കാരണം അത്രയും നല്ല പവറാണ് ഈ ഒരു വണ്ടിക്ക് ഉള്ളത്. ഓട്ടോമാറ്റിക് ആണെങ്കിലും നമുക്കത് നന്നായിട്ട് അറിയാൻ പറ്റും. സാധാരണ മാനുവൽ ഓടിച്ച ഒരാൾക്കാണെങ്കിൽ നമുക്ക് അറിയാൻ പാടായിരിക്കും. ഈ ഒരു വണ്ടിക്കാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മളിപ്പം വണ്ടി ഓട്ടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് വണ്ടി? അടിപൊളി വണ്ടിയാണ്. നമ്മൾ ഥാറാണ് ഓട്ടിച്ചത്. ഥാർ അടിപൊളി വണ്ടിയാണ്. ഥാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഥാർ ഒരു പ്രത്യേകതരം വണ്ടിയാണ്. നമുക്ക് ഓട്ടിക്കുമ്പോൾ തന്നെ അതിൽ നിന്നുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് അതിൽ നിന്ന് കിട്ടുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ്പീരിയൻസ് ത്രൂ ഡ്രൈവ് രണ്ടെണ്ണം ഉണ്ട്. നമ്മൾ ഡ്രൈവ് ചെയ്തും ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ നോർമൽ എക്സ്പീരിയൻസ് ഉണ്ട്. വണ്ടി ഓൾറെഡി നമ്മൾ ആദ്യമേ ചെന്ന് കാണുമ്പോൾ തന്നെ ഒരാൾക്ക് വണ്ടി കൊള്ളാം, ഈ വണ്ടി എടുത്താൽ മതി, അങ്ങനെ ഒരു ചിന്ത വരുള്ളൂ. അത് നമുക്ക് ഫസ്റ്റ് ലുക്കിൽ തന്നെ ഥാറിൽ നിന്ന് കിട്ടും. രണ്ടാമത്തെ കാര്യം, ഇപ്പം നിങ്ങൾ ഓട്ടിക്കുന്നത് എന്നെ കണ്ട് പറഞ്ഞല്ലോ, പവറാണ് ഏറ്റവും വലിയൊരു കാര്യം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഥാറിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ വഴിയിലുള്ള സ്റ്റോറൂമിൽ നിന്നാണ് നമ്മൾ ലാസ്റ്റായിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പം ഇത് തന്നെയായിരുന്നു നമ്മൾ ഇന്നത്തെ കണ്ടൻറ്റ്. നമ്മൾ ഥാർ ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്യുക. ഇനി ഇതേപോലുള്ള കണ്ടൻറ്റ് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സൗണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിറകിലെ ആ വണ്ടി നമ്മളൊരു ഥാർ അവിടെ കീ എങ്ങാണ്ട് ഓണായി അതിൻ്റെ ഒരു സൗണ്ടാണ്. അത് അലാറം മോഡാണ്, ഓട്ടോ ഡിറ്റക്റ്റീവ് മോഡാണ്. നമ്മൾ ആരെങ്കിലും ചെന്ന് സെക്യൂരിറ്റി ഡിറ്റക്റ്റീവ് മോഡെന്നും പറയും. നമ്മൾ വേറെ ആരെങ്കിലും നമ്മൾ വണ്ടി ഇപ്പം എവിടെയെങ്കിലും ഒതുക്കിയിട്ടിട്ട് പോയി, നമ്മൾ വണ്ടി ഇപ്പം ആരെങ്കിലും ഒന്ന് തുറക്കാൻ ശ്രമിച്ചു, അപ്പം ആ ഒരു മോഡ് ഓണായതിൻ്റെ ഒരു സൗണ്ടാണ് നമ്മൾ കേട്ടത്. ഓക്കെ, ഇപ്പം പുള്ളി ചെന്ന് തുറന്ന് നോക്കിയാണ്, നിങ്ങളെ കണ്ടാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം അതൊക്കെ തന്നെയാണ് കാര്യം. പിന്നെ ഈ ഒരു ടോപ്പിക്, ഇതേപോലത്തുള്ള ടോപ്പിക്കുകൾ ഇനിയും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. ഇതേപോലത്തുള്ള വണ്ടികളുടെ റിവ്യൂവും പിന്നെ ഓട്ടിച്ച് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടുള്ള വീഡിയോകൾ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. പിന്നെ 2-3 പേര് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത്, അല്ലേ? അതാണ് 2-3 പേര് പറഞ്ഞതുകൊണ്ടൊന്ന് ചെയ്യണമെന്ന് തോന്നിയുള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ വീഡിയോയുടെ ടോപ്പിക്ക്. ഇനി തുടർന്നും ഇതേപോലത്തുള്ള വീഡിയോ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം സബ്സ്ക്രൈബ് ചെയ്യേണ്ട തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി തുറന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഇമെയിലിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട്. അപ്പോൾ നന്ദി. പിന്നെ നമ്മൾ ഈ പിറകെ കാണുന്ന അവിടെ കാറ് പോയാൽ കട്ട് ചെയ്തിട്ട്